നമസ്കാരം. ഒപ്പം എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒറ്റയാൻ. എനിക്കറിയാം, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എന്നെക്കാൾ ഉപരി നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഞാൻ എൻ്റെ കുറേ വർഷത്തെ പ്രവൃത്തി പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ കണ്ടു മനസ്സിലാക്കിയ കുറേ ലളിതമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് തുടർന്നും വീഡിയോകൾ ചെയ്യാൻ ഒരു പ്രചോദനമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും തന്ന് എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് തുടർന്നും വീഡിയോകൾ ചെയ്യാൻ ഒരു പ്രചോദനമാകും. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് കാണുവാൻ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ. സ്വന്തമായി ഒരു വീട് എന്ന യാഥാർത്ഥ്യം അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. അത് നേടിയവരും ഇനി നേടാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആഗ്രഹിക്കുന്നവരുമുണ്ടല്ലോ. അങ്ങനെ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ ഒരു പിഴവുകളിൽ ഒന്നാണ് അടുക്കളയിൽ, അതായത് നമ്മൾ പറയുന്ന കിച്ചൺ പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ ഗ്യാസ് സ്റ്റൗവും മറ്റും വച്ച് ഉപയോഗിക്കുന്ന അടുക്കളയിലെ സ്ലാബ്. കൂടുതൽ വീടുകളിലും ഇപ്പോഴും RCC സ്ലാബ് വാർത്ത് അതിൻ്റെ പുറത്ത് ഗ്രാനൈറ്റോ ടൈലോ മറ്റോ പാകി ഫിനിഷ് ചെയ്ത് അതിൻ്റെ പുറത്ത് സ്റ്റൗ വച്ച് നമ്മൾ പാചകം ചെയ്യുന്നതാണല്ലോ സാധാരണയായിട്ടുള്ളത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഫ്ലോറിൽ നിന്നും ഇതിൻ്റെ ടോപ്പ് ഹൈറ്റ് അത്ര പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം. അതായത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഉചിതമായ രീതിയിലല്ല അതിൻ്റെ ഹൈറ്റ്. ഒന്നുകിൽ ഹൈറ്റ് കൂടുതലായി പോകും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും അതുപോലെ തന്നെ സ്ലാബ് വാർക്കാൻ തട്ട് അടിക്കുന്നതിന് മുന്നേ ആയിട്ടും ഇത്തരം ജോലികൾ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് കിച്ചൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഉചിതമായിട്ടുള്ള ഹൈറ്റ്, നമ്മൾ സ്റ്റൗ വച്ച് അതിൻ്റെ പുറത്ത് പാത്രം വെച്ച് പാചകം ചെയ്യുന്ന സമയത്ത് ഉചിതമായിട്ടുള്ള ഹൈറ്റ്, അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇത്തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരുമായി സംസാരിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് സ്റ്റൗ വയ്ക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ഇടതുവശത്തായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇടതേ അറ്റത്ത് നിന്നും വലതു ഭാഗത്തേക്കാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റൗവിൻ്റെ വലതു ഭാഗത്തായിട്ട് മിക്സി ഉപയോഗിക്കാനുള്ള പവർ പ്ലഗിൻ്റെ കണക്ഷൻ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കാരണം മിക്സിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ഇടതുവശത്തുള്ള പാത്രത്തിലേക്ക്, അതായത് സ്റ്റൗവിൽ ഉള്ള പാത്രത്തിലേക്ക് പകരുന്നതല്ലേ നമുക്ക് കൈവാക്ക്. അതായത് നമ്മൾ വലത് കൈ ഉപയോഗിച്ച് ഇടതു ഭാഗത്തേക്ക് ഉള്ള പാത്രത്തിലേക്ക് ഒഴിക്കുന്നതല്ലേ നമുക്ക് ആയാസരഹിതമായിട്ടുള്ളത്. ഇത് നേരെ തിരിച്ച് ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് ഒഴിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അത് നമുക്ക് അത്ര എളുപ്പമായി തോന്നാറില്ലല്ലോ. ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ കൈവാക്കില്ലാതെ ചെയ്യുമ്പോൾ മിക്സിയുടെ, അതായത് വലിയ മിക്സി ജാർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം സ്റ്റൗവിൻ്റെ പുറത്തുള്ള പാത്രത്തിൽ, ചിലപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂടുള്ള പാത്രത്തിൽ തട്ടാനും ആ പാത്രം മറിയാനും ഉള്ള സാധ്യത, ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് കൈവാക്കായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അബദ്ധം ഒഴിവാനുള്ള സാധ്യത ശരിയല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് വർക്കും മറ്റും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൺസീൽഡ് വയറിംഗ് ചെയ്യേണ്ടത് ആവശ്യമല്ലേ. അപ്പോൾ അത് ചെയ്യുന്ന ഇലക്ട്രീഷ്യനുമായി ഈ കാര്യം സംസാരിച്ച് അതിന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തത് മിക്സി ഉപയോഗിക്കുന്ന സ്ഥാനം കഴിഞ്ഞിട്ട് അതിന് വലതുവശത്തായിട്ട് നമ്മൾ പച്ചക്കറികളും മറ്റും കട്ട് ചെയ്യാനുള്ള ഒരു മിനിമം ഒരു 2 അടി 24 ഇഞ്ച് സ്പേസെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഇടുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന പച്ചക്കറികളോ മറ്റോ എന്തായാലും
മിക്സിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ഇടതുവശത്തുള്ള മിക്സിയിലേക്ക് യൂസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ എളുപ്പമാകും. അതിൻ്റെയും വലതുവശത്തായിട്ട് വേണം നമ്മൾ കിച്ചൺ സിങ്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സിങ്കിൽ കഴുകിയെടുക്കുന്ന സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞ് മിക്സിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിനും എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഇടതുവശത്തുള്ള സ്റ്റൗവിലേക്ക് പകരാൻ അതും എളുപ്പമാണ്. അപ്പോൾ നേരത്തെ സിങ്കിൻ്റെ സ്ഥാനം മനസ്സിലാക്കി അതിനുള്ള തയ്യാറെടുപ്പുകൾ. അപ്പോൾ കൺസീൽഡ് പൈപ്പ് ലൈനും അതുപോലെ തന്നെ സ്ലാബിൻ്റെ പുറത്ത് സിങ്ക് വയ്ക്കാനുള്ള കട്ടൗട്ടും മറ്റും നമുക്ക് നേരത്തെ കൂട്ടി തീരുമാനിച്ചിരുന്നാൽ എളുപ്പമാകും. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പാചകം ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് കിച്ചൺ സിങ്ക് യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പല പാത്രങ്ങളും ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നമ്മൾ കഴുകാറുണ്ട്. ആ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഈ ഡിറ്റർജൻറ്റ് കലർന്ന വെള്ളം പാചകം ചെയ്യുന്ന പാത്രത്തിലേക്കും മറ്റും വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മിക്സിയിൽ ഇരിക്കുന്ന ജാറിലേക്കും വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ കിച്ചൺ സിങ്ക് ഏറ്റവും വലതുവശത്തായിട്ട് കഴിവതും ഗ്യാസ് സ്റ്റൗവുമായിട്ട് ഒരു അകലം പാലിച്ച് സെറ്റ് ചെയ്യേണ്ടതല്ലേ നല്ലത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം, അതും കിച്ചണിലാണ് ഫ്രിഡ്ജ് വയ്ക്കുന്നതെങ്കിൽ ഈ കിച്ചൺ സിങ്കിൻ്റെ വലതുവശത്തായിട്ട് തന്നെ വെക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെയാവുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുക്കുന്ന പച്ചക്കറികളും മറ്റ് സാധനങ്ങളും നമ്മൾ തൊട്ടടുത്തുള്ള സിങ്കിൽ വാഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട സ്ഥലം തൊട്ട് ഇടതുവശത്ത് തന്നെയുണ്ട്. പിന്നെ മിക്സി, പിന്നെ സ്റ്റൗ. അപ്പോൾ നമുക്ക് വലത് നിന്ന് ഇടതേക്ക് ഏറ്റവും സൗകര്യമായി ഈ കാര്യങ്ങൾ ഏറ്റവും കുറച്ച് കിച്ചണിനകത്ത് നടന്നുകൊണ്ട് ഏറ്റവും സൗകര്യമായ രീതിയിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലർക്കും ബാക്ക് പെയിൻ, കാൽമുട്ട് വേദന അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കിച്ചണിനകത്ത് ഏറ്റവും കുറച്ച് നടക്കുന്നതും ഉചിതമായ ഒരു കാര്യമാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ കൂടുതലും മോസ്റ്റ് മോഡേണായി ചെയ്യുന്ന വീടുകളിൽ, വിശേഷിച്ചും ഐലൻഡ് കിച്ചൺ അതുപോലെയുള്ള ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര ബാധകമല്ല. അവിടെയൊക്കെ ഈ മേഖലകളിൽ വളരെയധികം വിദഗ്ധരായ വ്യക്തികൾ അവരുടെ ഡ്രോയിങ്ങും അവർ പറയുന്ന അഭിപ്രായങ്ങളും കേട്ട് ആണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുക. ഞാനീ പറയുന്നത് സാധാരണക്കാരെ ഉദ്ദേശിച്ച്, അതായത് ഇപ്പോഴും ഒരു 90% വീടുകളും ചെയ്യുന്ന രീതി ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോഴേക്ക് ഈ സ്ലാബിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മോഡുലാർ കിച്ചൺ ചെയ്യുന്ന വ്യക്തികളുമായി സംസാരിച്ച് ഫ്ലോറിൽ നിന്നും എത്ര ഹൈറ്റ് വേണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അടുത്തത് അടുക്കളയിൽ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സ്ഥലം. കിച്ചൺ പ്ലാറ്റ്ഫോം വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിനുള്ള ചുവരിൽ ലൈറ്റ് സെറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലൈറ്റ് യൂസ് ചെയ്ത് കിച്ചൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നിഴൽ നമുക്കൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതും നമ്മൾ ഈ പാചകം ചെയ്യുന്ന പാത്രത്തിലും മറ്റും നമ്മളുടെ നിഴൽ കാരണം നേരായ വണ്ണം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെയെങ്കിൽ കിച്ചൺ പ്ലാറ്റ്ഫോമിൻ്റെ നേരെയുള്ള ചുവരിൽ അല്ലെങ്കിൽ നേരെ മുകളിൽ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതല്ലേ ഉചിതം എന്നൊരു തോന്നലുണ്ടാവും. അവിടെ ലൈറ്റ് സെറ്റ് ചെയ്താൽ ശരിയാണ്, നമുക്ക് നല്ല രീതിയിലുള്ള പ്രകാശം കിട്ടും. നമ്മുടെ നിഴൽ ഈ പാചകം ചെയ്യുന്നതിലോ മറ്റോ തട്ടാറില്ല, ശരിയാണ്. പക്ഷേ അവിടെയും ഉണ്ടൊരു പ്രശ്നം. എന്തെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലും മറ്റും നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രാണികൾ ഒരുപാട് ഈ ലൈറ്റിന് ചുറ്റിനും വന്ന് പറക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ഇവ നേരെ താഴേക്ക് വീഴാറുണ്ട്. അത് നമ്മൾ കണ്ടെന്ന് വരില്ല. ചിലപ്പോൾ ഈ പാചകം ചെയ്യുന്ന പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തോട്ടോ അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളിലോട്ടോ മറ്റോ വീഴാൻ സാധ്യതയുണ്ട്. ചെറിയ പ്രാണികളാവുമ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ചില സ്ഥലങ്ങളിൽ പല്ലിയുടെ ശല്യം കൂടുതലുണ്ടല്ലോ. പ്രാണികളെ പിടിക്കാൻ വരുന്ന പല്ലിയും ചിലപ്പോൾ താഴേക്ക് വീഴാറുണ്ട്. അതും നമുക്കിതുപോലെയുള്ള ഒരു അപകടം പാത്രത്തിലോട്ടോ മറ്റോ വീഴാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഈ സ്ഥാനവും ശരിയല്ലല്ലോ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലതുവശത്തുള്ള ചുവരിലോ അല്ലെങ്കിൽ ഇടതുവശത്ത് അതിന് ഉചിതമായ സ്ഥലമാണെങ്കിൽ
അവിടെയോ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ സ്ഥാനം സ്റ്റൗവുമായി കുറച്ച് അകലെ ആയതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, മോസ്റ്റ് മോഡേണായി ചെയ്യുന്ന വീടുകളിൽ ഐലൻഡ് കിച്ചൺ, അതുപോലെ കിച്ചൺ ബാസ്ക്കറ്റ് യൂണിറ്റ്, കബോർഡ് ഇതെല്ലാം യൂസ് ചെയ്യുന്നിടത്തും സീലിംഗ് ലൈറ്റ് ധാരാളമായി ചെയ്യാറുണ്ട്. അവിടെയൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ അധികം ബാധകമല്ല. പിന്നെ പ്രാണിശല്യം അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലും ഫ്ലാറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലോ മറ്റോ കിച്ചൺ കബോർഡിൻ്റെ അടിയിൽ സീലിംഗ് ലൈറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നാട്ടിൻപുറങ്ങളിൽ വീട് വയ്ക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും. പിന്നെ അടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലർക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഗ്യാസ് സിലിണ്ടർ കിച്ചണിൻ്റെ അകത്ത് തന്നെ വെക്കണമെന്നുള്ളത്. ഇതിനായി പലരും കിച്ചൺ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ അല്പം ഡെപ്ത് എടുത്ത് 3 ഇഞ്ചോ 4 ഇഞ്ചോ മറ്റോ കുഴിയെടുത്ത് അവിടെയും ടൈല് പാകി അതിൽ ഇറക്കി വയ്ക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. ഇത് കഴിവതും ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്ന സിലിണ്ടർ കാലിയാകുമ്പോൾ അത് വലിച്ചെടുക്കാനും പിന്നെ പുതിയ സിലിണ്ടർ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് സെറ്റ് ചെയ്യാനും വീട്ടിലുള്ള പലർക്കും ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഏറ്റവും നല്ലത് ഫ്ലോർ ലെവൽ തന്നെ അവിടെയും തുടരുക. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം വീടിന് പുറത്ത് തന്നെയാണ്. ഒരു 2 സിലിണ്ടർ വയ്ക്കാൻ പാകത്തിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഡോറോട് കൂടിയ ഇരുമ്പ് ചട്ടക്കൂട് ചെയ്ത് അതിനുള്ളിൽ സിലിണ്ടർ വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ സമയം നേരിട്ട് സിലിണ്ടറിൽ അടിക്കാത്ത രീതിയിലുള്ള സംവിധാനത്തിൽ വേണം ഈ ചട്ടക്കൂട് റെഡിയാക്കേണ്ടത്. പൈപ്പ് ലൈൻ ചെയ്ത് ഗ്യാസ് കണക്ഷൻ അകത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. അതായത് ഗ്യാസ് വിതരണം ചെയ്യുന്ന വ്യക്തികൾക്ക്, ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതിനു വേണ്ടി നമ്മുടെ വീട്ടിനകത്ത് കയറേണ്ട ഒരാവശ്യം വരുന്നില്ല. ഒരു പക്ഷേ നമ്മൾ പുറത്തു പോയിരിക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് വന്ന് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗവുമുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എല്ലാ വീടുകളിലും ഒരു സെക്കൻഡറി കിച്ചൺ ചെയ്യാറുണ്ടല്ലോ. ഒരു പുകയില്ല അടുപ്പ് അല്ലെങ്കിൽ വിറകടുപ്പ് യൂസ് ചെയ്യുന്ന ഒരു അടുക്കളയും തയ്യാറാക്കാറുണ്ടല്ലോ. അതും ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന സ്ഥലവുമായിട്ട് പരമാവധി അടുത്താകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാസ് സിലിണ്ടർ പുറത്ത് വയ്ക്കുമ്പോൾ ചെറിയ ലീക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വിറകടുപ്പ് കത്തിക്കുമ്പോൾ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി അതിൻ്റെ അകലം ഒന്ന് മാറ്റി സ്ഥാപിച്ചാൽ നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ആദ്യമായിട്ട് അടുക്കളയെപ്പറ്റി കുറേ അധികം പറയാനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യ വീഡിയോയിൽ അധികം ദീർഘിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതെല്ലാം കേട്ട നിങ്ങളുടെ അഭിപ്രായം, വിമർശനമായാലും എന്തായാലും സപ്പോർട്ടായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഞാൻ ഈ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് 100% ബന്ധമില്ലാത്ത കുറച്ച് ഫോട്ടോസാണ് സ്ലൈഡ് ഷോ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമെന്ന് വിചാരിച്ചാൽ മതി. ഇനിയുള്ള വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഫോട്ടോയും മറ്റും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും ഒരു നല്ല വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.